കൈക്കൂലിക്കേസിൽ ഒന്നാം പ്രതിയായ ഇ.ഡി. ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യാനൊരുങ്ങി വിജിലൻസ്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ശേഖർ കുമാറിന് ഉടൻ വിജിലൻസ് നോട്ടീസ് അയക്കും. ശേഖർ കുമാറിനെതിരെ നിർണായക തെളിവുകൾ വിജിലൻസിന് ലഭിച്ചിരുന്നു. കേസൊതുക്കാൻ കൊല്ലത്തെ കശുവണ്ടി വ്യവസായിയിൽ നിന്ന് ഇ.ഡി. ഏജന്റുമാർ കൈക്കൂലി വാങ്ങിയെന്ന കേസിലെ ഒന്നാം പ്രതിയും ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടറുമായ ശേഖർ കുമാറിനോട് 2 ആഴ്ചയ്ക്കകം വിജിലൻസിന് മുന്നിൽ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശേഖർ കുമാറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ വിജിലൻസ് തയ്യാറെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായി ശേഖർ കുമാറിനുടൻ നോട്ടീസ് അയക്കുമെന്നാണ് വിവരം. ശേഖർ കുമാറിനെതിരെ നിർണായക തെളിവുകൾ വിജിലൻസിന് ലഭിച്ചിരുന്നു. ശേഖർ കുമാറും ഇ.ഡി. ഏജന്റായ 2ാം പ്രതി വിൽസൺ വർഗീസും ഐഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ വിജിലൻസിന്റെ പക്കലുണ്ട്. മറ്റൊരു പ്രതി രഞ്ജിത്ത് വാര്യരുമായി പ്രത്യേക ആപ്പ് ഉപയോഗിച്ച് ശേഖർ കുമാർ നടത്തിയ സംഭാഷണത്തിന്റെ തെളിവുകളും വിജിലൻസിന്റെ കൈവശമുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ശേഖർ കുമാറിനെ ഷില്ലോങ്ങിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. അതേസമയം പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത 5 മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിവയുടെ ശാസ്ത്രീയ പരിശോധന തിരുവനന്തപുരം ഫോറൻസിക് ലബോറട്ടറിയിൽ പുരോഗമിക്കുകയാണ്. കശുവണ്ടി വ്യവസായിക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇ.ഡി. എടുത്ത കേസൊതുക്കാൻ കൊച്ചിയിലെ ഏജന്റുമാർ മുഖേന 2 കോടി രൂപ വാങ്ങിയെന്ന പരാതിയിലാണ് വിജിലൻസ് കേസെടുത്തത്. കൈക്കൂലിയുടെ ആദ്യ ഗഡു 2 ലക്ഷം രൂപ കൈമാറുന്നതിനിടെ ഇ.ഡി. ഏജന്റുമാരായ വിൽസൺ വർഗീസ്, രാജസ്ഥാൻ സ്വദേശി മുരളികുമാർ എന്നിവരെ വിജിലൻസ് പിടികൂടുകയായിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ പങ്ക് തെളിയുകയും ഇയാളെയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.